ഹീറോ ആ കള്ളന്മാരെയും കൊണ്ട് തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് വരും. അപ്പോഴേക്ക് നാഷണൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹയർ ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഹീറോയോട് പറയും, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ അത് ഓർത്ത് വെറീഡ് ആകണ്ട എന്ന്. എന്നാൽ ഹീറോ അയാളോട് പറയും, സാർ ഇവർ എന്തിനാണ് സൗത്ത് കൊറിയയിലേക്ക് പോയതെന്ന് അന്വേഷിച്ച ശേഷം സാറിന് ഞാൻ ഇവരെ വിട്ടുതരാമെന്ന് പറയും. എന്നാൽ അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് ഇയാളങ്ങ് കേട്ടാൽ മതി എന്ന് ആ ഓഫീസർ നമ്മുടെ ഹീറോയോട് പറയും. എന്നാൽ തന്റെ മേലുദ്യോഗസ്ഥൻ പറയുന്നത് അനുസരിക്കുക അല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ നോർത്ത് കൊറിയയിലെ അതിർത്തിയിലുള്ള ഒരു പട്ടാള ബേസിൽ ഒരു കുടിയൻ പട്ടാളക്കാരൻ തന്റെ ക്യാമ്പിലുള്ള മറ്റ് പട്ടാളക്കാർക്ക് കുറച്ച് മദ്യം കൊണ്ട് കൊടുത്ത ശേഷം പറയും, ഇത് നല്ല കിടിലം സാധനമാണ്, ഇന്ന് നമുക്കിത് അടിച്ച് സുഖമായി കിടന്നുറങ്ങാമെന്ന് പറയും. എന്നാൽ കൊടുങ്കാറ്റിൽപ്പെട്ട നമ്മുടെ ഹീറോയിനാകട്ടെ കാട്ടിലെ ഒരു മരത്തിൽ കുടുങ്ങി ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ പാവം നമ്മുടെ ഹീറോയിന്റെ മാനേജർ തന്റെ മേടത്തെ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നാൽ സമയം ഇത്രയായില്ലേ, നമുക്ക് നാളെ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുമ്പോൾ പാവം നമ്മുടെ